നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. പെരിയാറിലെ മത്സ്യക്കുരുതി കേസ് അട്ടിമറിക്കാൻ സർക്കാരിന്റെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങിയതായി റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള മാസപ്പടി കേസിലെ വില്ലൻ ശശീന്ദ്രൻ കർത്തയുടെ CMRL കമ്പനി പെരിയാറിലേക്ക് രാസവിഷം ഒഴുക്കിവിടുന്നുവെന്ന പരിസ്ഥിതി പ്രവർത്തകരുടെ ആരോപണം പുറത്തറിഞ്ഞതോടെയാണ് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ സർക്കാർ ശ്രമം തുടങ്ങിയത്. വ്യവസായ ജലസേചന വകുപ്പുകളുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും തലയിൽ കുറ്റമെല്ലാം ചാരി വാർത്തകളെ വഴിതെറ്റിക്കാനാണ് സർക്കാർ ശ്രമം. പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നതിന് 10 മണിക്കൂർ മുൻപ് തന്നെ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയെന്നാണ് ഇറിഗേഷൻ വകുപ്പ് പറയുന്നത്. ഇക്കാര്യം പ്രദേശത്തെ ജനജാഗ്രതാ സമിതി PCBയെ അറിയിച്ചെന്നാണ് ഇറിഗേഷൻ വകുപ്പ് പറയുന്നത്. പാതാളം ഷട്ടറിന് മുൻപുള്ള ഏതോ ഫാക്ടറിയിലെ രാസമാലിന്യമാണ് മീൻ കുരുതിക്ക് കാരണമായതെന്നും ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറെ അറിയിച്ചു. സ്വകാര്യ കമ്പനികൾ മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളും രാസമാലിന്യം ഒഴുക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. ഏത് കമ്പനിയുടെ രാസമാലിന്യമാണ് കൂട്ടുകുരുതിക്ക് കാരണമായതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരിക്കലും ഇത് കണ്ടെത്തില്ല. കാരണം എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. മനുഷ്യ ശരീരത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും അത്യന്തം ഹാനികരമായ ഡസൻ കണക്കിന് രാസവിഷങ്ങളും ഘനലോഹങ്ങളും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് ഫാക്ടറികളുടെ ഔട്ട്ലെറ്റുകളിലൂടെ പെരിയാറിലേക്ക് അനുദിനം തള്ളുന്നത്. മുന്നറിയിപ്പില്ലാതെ ബണ്ട് തുറന്നതാണ് ദുരന്ത കാരണമെന്നും അതിന് ഉത്തരവാദി ജലസേചന വകുപ്പാണ് എന്നുമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വാദം. ബണ്ട് തുറന്നതിന് ശേഷവും തങ്ങളെ അറിയിച്ചില്ലെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു. പുഴയിൽ രാസമാലിന്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നു. പെരിയാറിൽ ഏലൂർ ഭാഗത്ത് തിങ്കളാഴ്ചയാണ് ജലത്തിന് നിറവ്യത്യാസം കണ്ടത്. തുടർന്ന് കടമ്പക്കുടി, വരാപ്പുഴ, മുളവുകാട്, ചേരാനെല്ലൂർ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഇതേ തുടർന്ന് അടിത്തട്ടിൽ നിന്ന് നൂറുകണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊന്തി തുടങ്ങി. പെരിയാറിന്റെ കൈവഴികളിലേക്ക് കൂടി വിഷജലം ഒഴുകിയെത്തിയതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത്. പെരിയാറിലും സമീപ കൈവഴികളിലുമായി 200-ലേറെ മത്സ്യക്കൂടുകളുണ്ട്. ഇവയിലെയും ഫാമുകളിലെയും പാടങ്ങളിലെയും എല്ലാം കോടികളുടെ വിലയുള്ള മത്സ്യസമ്പത്താണ് നിമിഷ നേരം കൊണ്ട് ചത്തൊടുങ്ങിയത്. കരിമീൻ, കാളാഞ്ചി, തിലോപ്പിയ മത്സ്യങ്ങളാണ് നശിച്ചവയിൽ ഏറെയും. പെരിയാറിൽ മത്സ്യം ചത്തുപൊന്തുന്നത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ദുരന്തമുണ്ടായ സ്ഥലങ്ങളിൽ മത്സ്യം ചത്തുപൊന്തിയിരുന്നു. മൂലമ്പിള്ളി അടക്കമുള്ള മേഖലകളിൽ രാസമാലിന്യം പുഴയിലേക്ക് ഒഴുക്കിവിട്ടതായി കണ്ടെത്തിയിരുന്നു. അന്ന് പതിവ് പോലെ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഒന്നും ഉണ്ടായില്ല. മത്സ്യസമ്പത്ത് ചത്തൊടുങ്ങുന്നതിന് കാരണമായ രാസമാലിന്യങ്ങൾ ഒഴുക്കുന്നത് തീരത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ തന്നെയാണ്. എന്നാൽ കമ്പനികൾക്കെതിരെ പേരിന് പോലും അന്വേഷണം നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരുക്കമല്ല. മാത്രമല്ല, രാസമാലിന്യങ്ങൾ തള്ളുന്ന കമ്പനികൾക്കെതിരെ റിപ്പോർട്ട് നൽകുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ച് മനോവീര്യം തകർക്കുന്ന നടപടികൾ സ്വീകരിക്കാൻ ബോർഡ് തന്നെ മുൻപന്തിയിലുണ്ടാകും. പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹരിത ട്രൈബ്യൂണലിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും സംസ്ഥാന മലിനീകരണ ബോർഡ് പ്രതിക്കൂട്ടിലായിരുന്നു. പെരുമ്പാവൂർ, കാലടി, ഏലൂർ, എടയാർ, കളമശ്ശേരി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന 71 വ്യവസായശാലകളിൽ ഒന്നിനു പോലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ഇല്ലെന്നായിരുന്നു റിപ്പോർട്ടിലെ കണ്ടെത്തൽ. FACT, CMRL, HMT തുടങ്ങിയ വൻ കമ്പനികളിലും മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ കാര്യക്ഷമമല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പുഴയുടെ ഭാഗത്ത് ചുറ്റുമതിലില്ലാത്തതിനാൽ മഴയിൽ ഇവ നേരിട്ട് പുഴയിലെത്തും. പെരുമ്പാവൂരിലെ ഓവുങ്ങൽ, പാലക്കാട്ട് താഴം തോടുകളിൽ നിന്ന് വൻതോതിൽ മാലിന്യം പുഴയിലേക്ക് എത്തുന്നതായും കാലടി മേഖലയിലെ അരിമില്ലുകൾ പോലും മാലിന്യം ഒഴുക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു. 2021 എടയാർ വ്യവസായ മേഖലയിൽ നിന്ന് പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന് സമീപത്തായി ഇറിഗേഷൻ പൈപ്പിലൂടെ മാരക വിഷമാലിന്യം ഒഴുക്കിയതായി കണ്ടെത്തിയെങ്കിലും കാര്യമായ തുടർ നടപടികൾ ഉണ്ടായില്ല. അയൺ, അലുമിനിയം, ക്രോമിയം, സിങ്ക്, കോപ്പർ, മാഗ്നീസ്, ലെഡ്, ക്ലോറൈഡ്, സൾഫേറ്റ് എന്നിവയുടെ മാരകമായ തോതിലുള്ള സാന്നിധ്യമാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കേന്ദ്ര പരിശോധനാ വിഭാഗം കണ്ടെത്തിയത്. പെരിയാറിലേക്കുള്ള വിഷജലം ഒഴുക്ക് ശുദ്ധജല വിതരണത്തെ കൂടി ബാധിക്കാൻ ഇടയുണ്ടെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആശങ്കയുണ്ട്. പെരിയാറിൽ നിന്ന് ജലം സാന്ദ്രത കുറച്ചാണ് മുപ്പത്തടം ശുദ്ധജല വിതരണ പദ്ധതിയിലൂടെ വാരാപ്പുഴ, കടമക്കുടി പഞ്ചായത്തുകളിൽ വിതരണം ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ 91% ജനങ്ങളും കുടിക്കുന്നത് പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ്. പൈപ്പ് വഴിയും ടാങ്കർ വഴിയും ജില്ലയിൽ മുഴുവനും എത്തിച്ചേരുന്നത് ഇതേ വെള്ളം തന്നെ. ഒരു ദിവസം 31 കോടി ലിറ്റർ ശുദ്ധജലമാണ് പെരിയാറിൽ നിന്ന് കൊച്ചിക്കാർ കുടിവെള്ളമായി എടുക്കുന്നതെങ്കിൽ പെരിയാറിന്റെ തീരത്തെ വ്യവസായശാലകൾ 26 കോടി ലിറ്റർ മലിനജലമാണ് പെരിയാറിലേക്ക് തിരിച്ച് പമ്പ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിനും ആവാസ വ്യവസ്ഥയ്ക്കും അത്യന്തം ഹാനികരമായ ഡസൻ കണക്കിന് രാസവിഷങ്ങളും ഘനലോഹങ്ങളും അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളാണ് അനുദിനം തള്ളുന്നത്. 1989-90 കാലത്ത് എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച രാസ വ്യവസായ സ്ഥാപനമാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി കേസിലുള്ള കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് ലിമിറ്റഡ്.
മൂവാറ്റുപുഴ പുല്ലുവഴി സ്വദേശി ശശീന്ദ്രൻ കർത്തയാണ് ഉടമ. നമ്മുടെ തീരപ്രദേശങ്ങളിൽ നിന്ന് സമൃദ്ധമായി ലഭിക്കുന്ന കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഇൽമനൈറ്റ് എന്ന ധാതുവിനെ കൽക്കരി ഉപയോഗിച്ച് ചൂടാക്കി പരുവപ്പെടുത്തുന്നു. ഇത് ഡൈജസ്റ്ററിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർത്ത് ലീച്ച് ചെയ്യും. ലീച്ച് ചെയ്യുമ്പോൾ അയൺ ഓക്സൈഡുകൾ അയൺ ക്ലോറൈഡുകളായി മാറും. തുടർന്ന് ഇൽമനൈറ്റ് വെള്ളം ഉപയോഗിച്ച് കഴുകി കാർബൺ കണങ്ങളെ നീക്കുന്നതിന് കാൽസിനേഷൻ, അതായത് കുമ്മായം പ്രക്രിയയ്ക്ക് വിധേയമാക്കും. ശേഷം തണുപ്പിച്ച് അരിച്ചെടുത്ത് സിന്തറ്റിക് റൂട്ടൈൽ വിപണനത്തിന് തയ്യാറാവും. പ്രതിദിനം 140 ടൺ സിന്തറ്റിക് റൂട്ടൈലും 34 ടൺ ഫെറിക് ക്ലോറൈഡും 70 ടൺ ഫൈറസ് ക്ലോറൈഡും 75 ടൺ അയൺ ഹൈഡ്രോക്സൈഡും ഉൽപ്പാദിപ്പിക്കുന്ന CMRL-ൽ 14,74,000 ലിറ്റർ ജലം പ്രതിദിനം പെരിയാറിൽ നിന്ന് എടുക്കുകയും 6,59,000 ലിറ്റർ മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കുകയും ചെയ്യുന്നു. 1993-94 കാലത്താണ് CMRL ഉൽപ്പാദനം തുടങ്ങുന്നത്. ഉൽപാദന പ്രക്രിയക്കിടയിൽ 2 ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ഫെറിക് ക്ലോറൈഡും മറ്റേത് ഫെറസ് ക്ലോറൈഡും. ഫെറിക് ക്ലോറൈഡ് ജലശുദ്ധീകരണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നു. ഇത് വിദേശത്തും സ്വദേശത്തും നല്ല ഡിമാൻഡ് ഉള്ള ഉൽപ്പന്നമാണ്. അതേസമയം ഫെറസ് ക്ലോറൈഡ് അമ്ലത കൂടിയ അപകടകരമായ മാലിന്യത്തിന്റെ പരിധിയിൽ വരുന്ന രാസമാലിന്യമാണ്. ഇത്തരം അപകടകരങ്ങളായ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും 2003 ഒക്ടോബർ 14 സുപ്രീം കോടതി കൃത്യമായ മാനദണ്ഡം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1995 മുതൽ CMRL കമ്പനി രാസമാലിന്യം തള്ളി പെരിയാറിനെ ഗുരുതരമായി മലിനീകരിച്ചുകൊണ്ടിരുന്നു. 2004 സുപ്രീം കോടതി നിരീക്ഷണ സമിതി കേരളം സന്ദർശിച്ച വേളയിൽ CMRL-ലും പരിശോധന നടത്തിയിരുന്നു. അതിൽ കമ്പനിയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനം അപര്യാപ്തമാണെന്ന് കണ്ടെത്തുകയും അപകടകരങ്ങളായ മാലിന്യങ്ങളെ സംബന്ധിച്ച് നിയമങ്ങൾ നഗ്നമായി ലംഘിച്ചതായും കണ്ടെത്തി. നടപടിയെടുക്കാൻ PCBയോട് ശുപാർശയും ചെയ്തു. 1995 മുതൽ CMRL കമ്പനി രാസമാലിന്യം തള്ളി പെരിയാറിനെ ഗുരുതരമായി മലിനീകരിച്ചുകൊണ്ടിരിക്കുന്നു. 1994 മുതൽ മാസങ്ങളോളം പെരിയാർ ചുവന്നൊഴുകിയിട്ടുണ്ട്. 1998 ആകുമ്പോഴേക്കും മലിനീകരണം പാരമ്യത്തിലായി. 2017 വരെ ഇത് ആവർത്തിച്ചു. ഇപ്പോഴും ഇടയ്ക്കിടെ അവരുടെ അംഗീകൃത കുഴലിലൂടെയും അല്ലാതെയും മാലിന്യം തള്ളുന്നുണ്ട് എന്ന് പരിസ്ഥിതി പ്രവർത്തകൻ പുരുഷൻ ഏലൂർ പറഞ്ഞു. പച്ചനിറത്തിലുള്ള അങ്ങേയറ്റം അസിഡിക്കായ ഘനലോഹങ്ങളടങ്ങിയ ഫെറസ് ക്ലോറൈഡ് മാലിന്യം രാത്രിയുടെ മറവിൽ പെരിയാറിലേക്ക് തള്ളപ്പെടുന്നു. വെള്ളത്തിൽ ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ജലത്തിന് നിറം മാറ്റം സംഭവിക്കുകയും സൂര്യരശ്മിയുടെ തീക്ഷ്ണതയ്ക്കും ചരിവിനുമനുസരിച്ച് ചുവപ്പ്, ബ്രൗൺ നിറങ്ങളിൽ കാണപ്പെടുകയും ചെയ്യും. ലെഡ്, കാഡ്മിയം, സിങ്ക്, ക്രോമിയം, നിക്കൽ, മാഗ്നീസ്, ഇരുമ്പ് തുടങ്ങിയ ഘനലോഹങ്ങളടങ്ങിയ ഈ മാലിന്യം പെരിയാറിന്റെ ആവാസ വ്യവസ്ഥ തകർക്കാൻ ശേഷിയുള്ളതാണ്. ചുവന്നൊഴുകലിൽ ഇടവേളകൾ വന്നതും ഇപ്പോൾ വളരെ കുറഞ്ഞതും സുപ്രീം കോടതി നിരീക്ഷണ സമിതിയുടെയും പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയുടെയും പെരിയാർ മലിനീകരണ സമിതി അടക്കമുള്ളവരുടെയും ശക്തമായ ഇടപെടലിന് ശേഷമാണ്. ഇതിനിടയിൽ പെരിയാറിന്റെ തീരത്ത് വലിയ പൂടുണ്ടാക്കി ഫെറസ് ക്ലോറൈഡ് അടങ്ങിയ മാലിന്യം കുന്നുകൂടാനും തുടങ്ങി. ഇപ്പോൾ അത് ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ 3 മീറ്റർ ഉയരമുള്ള വലിയ മാലിന്യ ഡാമായി മാറിയിരിക്കുന്നു. അപകടകരങ്ങളായ മാലിന്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഈ രാസമാലിന്യ കൂമ്പാരം ഒഴിവാക്കാൻ CMRL ആദ്യം മുതലേ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എടയാറിൽ പ്രവർത്തിപ്പിച്ചിരുന്ന കൊച്ചിൻ കെമിക്കൽസിന്റെ ഉടമയുടെ സഹായത്താൽ ഫെറസ് ക്ലോറൈഡ് മറ്റു കമ്പനികളുടെ വ്യവസായ മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒറ്റമൂലിയായി അവതരിപ്പിച്ച് എടയാറിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും കച്ചവടം ചെയ്യുന്നത് പ്രാദേശിക പരിസ്ഥിതി കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഈ കമ്പനിയോട് വിശദീകരണം ചോദിച്ചതോടെ കൊച്ചിൻ കെമിക്കൽസ് ആ പരിപാടി അവസാനിപ്പിക്കുകയായിരുന്നു. കമ്പനികളുടെ ഏതുതരം നിയമലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുന്നവരാണ് PCBയിലെ ഉദ്യോഗസ്ഥ സംവിധാനം. അതുകൊണ്ടാണ് അപകടകരങ്ങളായ മാലിന്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഫെറസ് ക്ലോറൈഡ് എന്ന രാസമാലിന്യം ഉപയോഗിച്ചുള്ള പമ്പ ശുചീകരണത്തിന് PCB കൂട്ടുനിന്നത്. ശബരിമല തീർത്ഥാടന കാലത്ത് അയ്യപ്പ ഭക്തരുടെ മലമൂത്ര വിസർജ്യങ്ങളുടെ ആധിക്യം നിമിത്തം പമ്പയാറും പരിസര പ്രദേശങ്ങളും ഗുരുതരമായി മലിനീകരിക്കപ്പെടുകയും പമ്പയിലെ കോളിഫോം ബാക്ടീരിയയുടെ അളവ് 2000 മുതൽ 2 ലക്ഷം വരെ എന്ന അത്യപകടകരമായ നിലയിലാവുകയും ചെയ്തു. ഇതിന് പരിഹാരം എന്ന നിലയിലാണ് ഞുണുങ്ങാറിൽ തടയണകൾ സ്ഥാപിച്ച് CMRL കമ്പനിയുടെ മാലിന്യമായ ഫെറസ് ക്ലോറൈഡ് ഉപയോഗിച്ച് പമ്പ ശുചീകരണം തുടങ്ങിയത്. എന്നാൽ ഈ നീക്കത്തെ അന്നത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ബിശ്വസ് മേത്ത എതിർത്ത് വിയോജന കുറിപ്പ് എഴുതി. പെരിയാർ എന്തുകൊണ്ടാണ് ചുവന്നൊഴുകുന്നതെന്ന ജനങ്ങളുടെയും മലിനീകരണ വിരുദ്ധ സമിതിയുടെയും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വിശദാംശങ്ങൾ വളരെ രസകരമാണ്. പെരിയാറിന്റെ അടിത്തട്ടിലെ ഇളക്കങ്ങളാണ് ഒരു കാരണമായി അവർ പറഞ്ഞത്. രണ്ടാമത്തേത് നദിയുടെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയ റെഡ് എർത്ത് വേലിയേറ്റ സമ്മർദ്ദങ്ങളാലും മറ്റും കലങ്ങി ചുമന്നൊഴുകുന്നു എന്നാണ്.
അതേസമയം 2006-2011 കാലത്ത് പെരിയാർ ചുവന്നൊഴുകുന്നതുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏലൂരിലെ PCB സർവേലൻസ് സെന്റർ മേധാവി D. ചിത്രകുമാരി ഇതിന്റെ കാരണങ്ങളെക്കുറിച്ച് റിഗാർഡിംഗ് ഡിസ്ക്ലറേഷൻ ഓഫ് പെരിയാർ റിവർ എന്ന പഠന റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു. CMRL കമ്പനിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഈ റിപ്പോർട്ടിൽ പെരിയാർ ചുമന്നൊഴുകാനുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തുന്നുണ്ട്. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകാറുണ്ട്. 2006 മുതൽ 2016 വരെ CMRL ഒരു ഫസ്റ്റും 11 എക്സലൻസ് അവാർഡുകളാണ് വാങ്ങിയിട്ടുള്ളത്. എല്ലാ വർഷവും ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകാറുണ്ട്. 2006 മുതൽ 2016 വരെ CMRL ഒരു ഫസ്റ്റും 11 എക്സലൻസ് അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധന കമ്മിറ്റിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടാണ് അവാർഡ് വാങ്ങിയിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അവാർഡ് നിർണയ കമ്മിറ്റിയിൽ വരെ CMRL ഉടമ നേരിട്ട് ചെന്ന് എക്സലൻസ് അവാർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2010 CMRL മാനേജ്മെന്റിന് ചുറ്റും എന്തിനും പോന്ന ട്രേഡ് യൂണിയൻ രാഷ്ട്രീയ സംഘബലം ഒരുങ്ങി. ഇവർക്കെല്ലാം രാഷ്ട്രീയ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഭമില്ലാതെ പണം നൽകിയാണ് പരിസ്ഥിതി സമരങ്ങളെ തകർക്കാൻ പദ്ധതി ആവിഷ്കരിച്ചത്. ഏലൂർ എടയാർ മേഖലയിലെ മറ്റ് കമ്പനികൾക്കെതിരെ ആര് എങ്ങനെ പ്രതികരിച്ചാലോ ഈ കാവൽ സംഘം അനങ്ങില്ല. മറിച്ച് CMRLനെതിരെ നോട്ടീസോ പോസ്റ്ററോ പതിച്ചാൽ പോലും ഇവർ സംഘടിതമായി എത്തി പ്രതിരോധിക്കും. CMRL പരിസരത്തോ പാതാളം പാലത്തിന് മുകളിലോ മാധ്യമ പ്രവർത്തകർ എത്തിയാൽ പോലും കമ്പനി ഗുണ്ടകൾ കയ്യേറ്റം ചെയ്യുമായിരുന്നു. 2011 പെരിയാർ മലിനീകരണം പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷൻ CMRL മലിനീകരണവും അനധികൃത പൈപ്പ് ലൈനും പരിശോധിക്കാനെത്തി. പുഴയുടെ അടിത്തട്ടിലുള്ള പൈപ്പ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെ CMRL തൊഴിലാളികൾ പ്രകോപനമില്ലാതെ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുകയും പരിശോധന മുടക്കുകയും ചെയ്തു. CMRL സംരക്ഷിക്കാനും ഖനനാനുമതിക്കുമായി നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കേരളത്തിലെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്തു. ആ മാർച്ചിന് ആവശ്യമായ പണം താനാണ് നൽകിയതെന്ന് കർത്ത തന്നെ ചാനലിൽ പറയുകയുണ്ടായി. 2012 ഏലൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, VK ഇബ്രാഹിം കുഞ്ഞ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത മനുഷ്യചങ്ങല നടന്നു. ശരിക്കും വ്യവസായ സംരക്ഷണമായിരുന്നില്ല, കർത്ത സംരക്ഷണമായിരുന്നു ലക്ഷ്യം. പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ഉന്നത രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കേണ്ട ഏത് അടിയന്തര വിഷയമായിരുന്നു അന്നുണ്ടായിരുന്നത്? ഒന്നുമില്ല. CMRL മാനേജ്മെന്റ് ആവശ്യപ്പെട്ടു, നേതാക്കൾ പങ്കെടുത്തു. ശരിക്കും വ്യവസായ സംരക്ഷണമായിരുന്നില്ല, കർത്ത സംരക്ഷണമായിരുന്നു ലക്ഷ്യം. CMRLന്റെ പണക്കൊഴുപ്പിൽ മയങ്ങിയ ട്രേഡ് യൂണിയൻ സ്റ്റാൻഡിംഗ് കൗൺസിൽ പുരുഷൻ ഏലൂരിനെതിരെ വ്യാപക കള്ളപ്പരാതികൾ നൽകുകയുണ്ടായി. അതിൽ സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന എമർജിംഗ് കേരള പരിപാടിക്ക് മുൻപായി കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കാൻ ഒതുങ്ങുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്നും അതിന്റെ ഭാഗമായി കേരളത്തിലും ഏലൂരിലും പ്രവർത്തിക്കുന്ന കപട പരിസ്ഥിതിവാദികളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻ നേതാക്കൾ ക്രൈംബ്രാഞ്ച് പോലീസിനടക്കം വിവിധ തലങ്ങളിൽ പരാതി നൽകി. എന്നാൽ പരിസ്ഥിതിവാദികൾ ഇപ്പോഴും കർത്തയ്ക്കെതിരെ സജീവമാണ്. ഒരു കാര്യം ശരിയാണ്, പെരിയാറിലെ വെള്ളം കുടിച്ച് മനുഷ്യർ മരിച്ചാലും സർക്കാർ മിണ്ടില്ല. കാരണം എന്താണെന്ന് പറയേണ്ടതില്ല.